നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്നിനൊരു കുറവ് വരുത്തരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ പാറൂനായിരിക്കും അതിന്റെ ചീത്തപ്പേര്. ആവശ്യമുള്ള സാധനങ്ങൾ ഭരതന്റെ പലചരക്കടയിൽ നിന്ന് വാങ്ങിച്ചു. ഭരതനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൗണിൽ നിന്ന് വരുന്നവരല്ലേ, ഇറച്ചി മീനും ഒക്കെ നിർബന്ധമായിരിക്കും. പക്ഷേ ഉത്സവമല്ലേ, എങ്ങനെ ഇറച്ചി മീനും ഒക്കെ കൊടുക്കുന്നത്? ഇറച്ചി മീനൊന്നും വേണ്ട, നല്ല സദ്യ മതി. മോളെ ലക്ഷ്മി, പാറു എപ്പോഴും അവരുടെ കൂടെ ആയിരിക്കും. അടുക്കളയില് അമ്മയെ സഹായിക്കണമെന്ന് അവരോട് പറയാൻ കഴിയില്ല. അമ്മ ഒരാൾ വിചാരിച്ചാൽ ഇത്രയും പേർക്ക് 3 നേരം വെച്ചുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. മോള് അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവണം. ടൗണിലെ വീടിന്റെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. നിന്നൊക്കെ ഈ സ്ഥലവുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ജീവിക്കാൻ സൗകര്യങ്ങളല്ല വേണ്ടത്, പരസ്പര സ്നേഹമാ. പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ആ വീട് ബംഗ്ലാവാ, ആ സ്ഥലം സ്വർഗവാ. ഞാൻ ഈ ഫിലോസഫി പഠിച്ചത് ബുക്കിൽ നിന്നൊന്നുമല്ല, നിങ്ങളിൽ നിന്ന്. ഞങ്ങളിൽ നിന്നോ? ഈ നാട്ടില് ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഒരു ഉത്സവം കഴിഞ്ഞു, പാർവതിയുടെ തിരിച്ചു വരവ് ഒരു ഉത്സവം പോലെയല്ലേ ആ കുട്ടികൾ ആഘോഷിച്ചത്. ടൗണിൽ ജനിച്ചു വളർന്നവർക്ക് നല്ല പഠിപ്പുണ്ടാവും, കയ്യില് അത്യാവശ്യം പണവും ഉണ്ടാവും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങള് വലിയ സന്തോഷം കണ്ടെത്താനുള്ള മനസ്സ് അവർക്കുണ്ടാവില്ല. ആക്ച്വലി എന്നെ കൂടി ചേർത്താ ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ എനിക്കൊരു അനുഭവം അങ്കിൾ. കൊട്ട, പാട്ട്, ഡാൻസ് നിങ്ങൾ കണ്ടില്ലേ? പാറു ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെയായിരുന്നു ഈ വീട്. ആ കുട്ടികളിൽ ഒരാളായി, ആ പ്രായത്തിലുള്ളൊരു കുട്ടിയെ പോലെ പാറു ഈ നാട്ടിൽ ആടിപ്പാടി ഉല്ലസിച്ച് നടക്കും. അവളുടെ സന്തോഷം കണ്ടിട്ട് ഈശ്വരന്മാർക്ക് കണ്ണുകടി തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവളുടെ സന്തോഷം തല്ലിക്കെടുത്തി കളഞ്ഞത്. ഇപ്പോഴോ അവൾ ഈ നാട്ടിലെ വെറും ഒരു വിരുന്നുകാരി. ദേവകി, നിന്റെ സങ്കടം കേൾക്കാനല്ല ഇവരിത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഉത്സവം കൂടാനാ. ക്ഷമിക്കണം, അതൊക്കെ ഓർത്തു പോയപ്പോ. ഓ, കിളവി പാർവതി പുരാണം വിസ്തരിക്കാൻ തുടങ്ങി. അത് കേട്ട് സങ്കടപ്പെടാൻ കൈലാഷിന്റെ മനസ്സെങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുക. ചേച്ചി, പാറു എവിടെ? നിങ്ങൾ വന്നിട്ട് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. അവള് ചായ എടുക്കുക. എല്ലാരും ചായ കുടിക്ക്. ചായ കുടിച്ച് കുളിയും കഴിഞ്ഞ് വരുമ്പോ കഴിക്കാനുള്ളതായിട്ടുണ്ടാവും. കൊടുക്കുമോളെ. എടാ, പെണ്ണുകാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിയാൽ മതി. പെണ്ണിനെ നന്നായിട്ട് നോക്കിക്കോ. നിറമുണ്ടോ, മുടിയുണ്ടോ, നല്ല ചിരിയാണോ, മുടന്തുണ്ടോ, ശരിക്കും നോക്കിക്കോ. കല്യാണം കഴിഞ്ഞ ശേഷം പുരികത്തിന് കട്ടിയില്ല, ഇടത്തെ കണ്ണ് വലത്തെ കണ്ണിനേക്കാൾ ചെറുതാണ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ഒന്നും മിണ്ടായിരിക്കണം. മാഡം ചായ. പ്രിയൻചേട്ടാ, മോൻചേട്ടാ, ചേച്ചി. പൊക്കം കുറവാണോ നോക്ക്, ഉപ്പുറ്റി വരെ മുടിയുണ്ടോ നോക്ക്. നോക്കടാ. മോഹൻചേട്ടൻ പ്രിയൻചേട്ടനോട് എന്തോ സ്വകാര്യം പറയുന്ന കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പാറു അല്ലേ ചായ ഇട്ടത്, സൂപ്പർ ആയിരിക്കും എന്നാ പറഞ്ഞത്. എന്തൊരു ചായ ഇത്? മനുഷ്യരാരെങ്കിലും ചായ കുടിക്കൂ? അല്ല, നമ്മൾ ഇത്രയും പേര് എങ്ങനെയാ വീട്ടിൽ താമസിക്കുക? കാലിത്തൊഴുത്തിന്റെ അത്രയേ ഉള്ളൂ. സൗകര്യമുള്ള മറ്റൊരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ് പ്രാതലം കഴിച്ച് അങ്ങോട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയാ. പുതിയ വീട് വെച്ചപ്പോ അവരങ്ങോട്ട് മാറി. പൂട്ടിക്കിടക്കുക. 5 ദിവസത്തേക്ക് ഞങ്ങൾ വാടകയ്ക്ക് വാങ്ങി.
ടൗണിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് ഈ സൗകര്യമൊന്നും പോരെന്ന് ഞങ്ങൾക്കറിയില്ലേ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ഞങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേറെ വീടൊന്നും വേണ്ട, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് വേണ്ട, ഇവിടെ ഫാൻ പോലും ഇല്ല. അവിടെ ഫാനും AC-യും TV-യും എല്ലാം ഉണ്ട്. ദേവകി, ഇവര് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്കണം. ലക്ഷ്മി, നീയും ചെല്ല്. എല്ലാരും പോയി കുളിച്ചിട്ട് വാ. അല്ല, കുളിച്ചിട്ട് വാന്ന് കൊറേ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ എവിടെയാ കുളിക്ക? നല്ല ബാത്റൂം ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഷവർ? മുക്ത, നീ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ, നിന്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ റെഡിയാക്കി തരാൻ ഇവിടെ ആരുമില്ലാന്ന്. നിനക്ക് ഈ സൗകര്യം പോരെങ്കിൽ കിട്ടുന്ന വണ്ടി കയറി നീ തിരിച്ചു പൊയ്ക്കോ. തിരിച്ചു പോവൊന്നും വേണ്ട. ഷവറില്ല, പക്ഷെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് മതിയോ ചേച്ചി? ഈ നാട്ടിലെ സ്വിമ്മിംഗ് പൂളോ? ഈ നാടിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ അറിയാം? സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ തയ്യാറാണെങ്കി വാ. അപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? മാറ്റാനോട് ഡ്രസ് എടുത്തിട്ട് എല്ലാരും വാ. ദേവകി, അവര് കുളി കഴിഞ്ഞിപ്പഞ്ഞെത്തും. വേഗം അടുക്കളയിലേക്ക് ചെല്ല്. ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട, മാഡം ബുദ്ധിമുട്ടണ്ട. മാഡം ഇവിടെ ഇരുന്നാ മതി. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾ നടക്ക്. ഇതാണോ സ്ഥലം? കൃത്യമായി അറിയില്ല. ഈ ഏരിയയിൽ എവിടെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതായിരിക്കും. മുതലാളി സൂക്ഷിക്കണം, എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ. ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ കാണേണ്ടതാണല്ലോ. അയ്യോ, ആരാടാ നീ? എന്താ നിനക്ക് വേണ്ടത്? വേണ്ട, ശത്രുവല്ല, സഹായം ചോദിച്ചു വന്നതാ. സഹായോ? എന്ത് സഹായം? പറയാം, ആദ്യം കത്തി മാറ്റ്. ഇതിലെ ആരാ ചെമ്പരന്ത് ഭരതൻ? വന്ന കാര്യം പറ. മോഷ്ടിക്കണം. മോഷ്ടിക്കാനോ? തമാശ പറഞ്ഞല്ല, കണ്ണു വെക്കുന്നത് എന്തും ഒറ്റ നിമിഷം കൊണ്ട് റാഞ്ചിയെടുത്ത് പറക്കുന്ന ചെമ്പരന്ത് ഭരതനോടും കൂട്ടാളികളോടും ഇവിടെ കയറി വന്ന് തമാശ പറയാനുള്ള വിവരക്കേടൊന്നും ഞങ്ങൾക്കില്ല. പറഞ്ഞത് സത്യം. മോഷ്ടിക്കണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മോഷ്ടിക്കണം. വീട് കാണിച്ചെന്നാ മതി, അതിനുമുമ്പ് കൂലി പറഞ്ഞു ഉറപ്പിക്കണം. വീടല്ല, ക്ഷേത്രം.